തവനൂർ മണ്ഡലത്തിൽ വികസന തുടർച്ച എന്ന മുദ്രാവാക്യമുയർത്തി കെ.ടി. ജലീൽ നാലാം പോരാട്ടത്തിന് 15 വർഷത്തെ മണ്ഡലത്തിലെ പ്രവർത്തന പരിചയവും നടപ്പിലാക്കിയ വൻകിട വികസന പദ്ധതികളും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കിയാണ് ജലീൽ ഇത്തവണ ജനവിധി തേടുന്നത്. മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ചമ്രവട്ടം അഴിമതി ആരോപണങ്ങളിൽ UDF നേതാവ് N.K. പ്രേമചന്ദ്രനെതിരെ ആഞ്ഞടിച്ച് ജലീൽ തവനൂരിൽ ഇത്തവണ കടുത്ത മത്സരമില്ലെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് താൻ ഇത്തവണ വോട്ട് ചോദിക്കുന്നതെന്ന് ജലീൽ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷം തവനൂരുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും തവനൂരിന്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് വീണ്ടും സ്ഥാനാർത്ഥിയായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2011 മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ തവനൂരിനെ പ്രതിനിധീകരിക്കുന്ന കെ.ടി. ജലീൽ മണ്ഡലത്തിലെ വമ്പിച്ച വികസന നേട്ടങ്ങളാണ് പ്രചാരണായുധമാക്കുന്നത്. 64 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നായർത്തോട് പാലം, 55 കോടിയുടെ ഒളമ്പക്കടവ് പാലം, മലപ്പുറം ജില്ലയിലെ ടൗണിന് കുറുകെയുള്ള ആദ്യ ഫ്ലൈ ഓവറായ എടപ്പാൾ മേൽപ്പാലം എന്നിവ തന്റെ ഭരണകാലത്തെ നാഴികക്കല്ലുകളാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ ഈ കാലയളവിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നായർത്തോട് പാലം. അതിൻ്റെ സമർപ്പണം കഴിഞ്ഞു. തിരൂർ പുഴയ്ക്ക് കുറുകെ 64 കോടി രൂപ ചെലവിട്ടാണ് ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ ഒളമ്പക്കടവ് പാലം ഏതാണ്ട് 55 കോടി രൂപയാണ് ആ പാലത്തിനായിട്ട് സർക്കാരിൽ നിന്ന് അനുവദിപ്പിച്ചത്. ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒളമ്പക്കടവ് പാലം 1 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയായി ജലീൽ രംഗത്തെത്തി. ചമ്രവട്ടം പദ്ധതിയുടെ നിർമ്മാണം നടന്നതും പൂർത്തിയായതും N.K. പ്രേമചന്ദ്രൻ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണെന്നും അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടത് അദ്ദേഹമാണെന്നും ജലീൽ വ്യക്തമാക്കി. VS സർക്കാരിന്റെ കാലത്ത് UDFന്റെ ഇന്നത്തെ സമുന്നത നേതാവാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തവനൂരിൽ ഇത്തവണ കടുത്ത മത്സരമില്ലെന്നാണ് ജലീലിന്റെ വിലയിരുത്തൽ. ആദ്യ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന പരേതനായ VV പ്രകാശിനെ രാഷ്ട്രീയത്തിലെ ജെന്റിൽമാൻ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇത്തവണയും തവനൂരിലെ ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് ശേഷം മറുപടി നൽകാമെന്നായിരുന്നു ജലീലിന്റെ പ്രതികരണം.